കൂട്ടുകാരെ, അമ്മേൻ്റെ അടുത്ത് കുറച്ച് ജനറൽ നോളജ് ചോദ്യം ചോദിക്കാൻ പോവാണ്. അപ്പോൾ എനിക്കറിയാവുന്നതിൻ്റെയൊക്കെ ഉത്തരം ഞാൻ പറയാം. അറിയാൻ പാടില്ലാത്തതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. അപ്പോൾ ചോദിക്കാമേ? ചോദിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം, 3 വശങ്ങളും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട സംസ്ഥാനം? ത്രിപുര. ശരിയാണ്. വംഗദേശം, ഗൗഡദേശം എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത്? പശ്ചിമ ബംഗാൾ. ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം, സന്തോഷത്തിൻ്റെ നഗരം, കൊട്ടാരങ്ങളുടെ നഗരം, ശാസ്ത്ര നഗരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്? കൊൽക്കത്ത. ശരിയാണ്. പിന്നെ ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തർപ്രദേശോ? അല്ല, ഗുജറാത്ത്. ഗുജറാത്താണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? അറിയത്തില്ല. സൂററ്റിൽ. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം? അറിയത്തില്ല. ഇപ്പൊ എല്ലാം അറിയാൻ പാടില്ല. പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. അതെ. സ്വന്തമായി പതാകയുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം? സ്വന്തമായി പതാകയുള്ള ഇന്ത്യൻ സംസ്ഥാനം ജയ്പൂരോ? അല്ല, ജമ്മു കാശ്മീർ. ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള സംസ്ഥാനം? ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള സംസ്ഥാനം ഇന്ന് മിക്കതും അറിയത്തില്ലല്ലോ. മഹാരാഷ്ട്ര. ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം? അറിയത്തില്ല. അത് കൂട്ടുകാരെ കമന്റായിട്ട് രേഖപ്പെടുത്തിയോ? അത് നിനക്ക് അറിയാവുന്നതായിരുന്നു. വ്യാവസായിക തലസ്ഥാനം അറിയത്തില്ല. കൂട്ടുകാരെ കമന്റായിട്ട് രേഖപ്പെടുത്തിയോ? പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം? രാജസ്ഥാൻ. ശരിയാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.